ഹലോ ഗായ്സ്, നമ്മുടെ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേയുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് വെൽക്കം. നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായെന്നറിയാം. അങ്ങനെ നമ്മൾ ഒരു വീഡിയോയ്ക്ക് ശേഷം കുറേ നാൾക്ക് ശേഷം വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് കുറേ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു ലോങ് വീഡിയോയ്ക്ക് ശേഷം കുറേ നാൾക്ക് ശേഷം വന്നിട്ടുണ്ട്. നമ്മളിത് കുറേ നാൾ ഈ വേൾഡ് കളിക്കും. നമ്മളിപ്പോൾ ഒരു മരം മുറിച്ചത് തുടങ്ങിയിട്ടുണ്ട്. ഈ മരം മുറിച്ചിട്ടൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. നമുക്കൊരു 10 വുഡെങ്കിലും കളക്ട് ചെയ്യണം. ഈ എപ്പിസോഡിന് കോളെന്ന് ചോദിച്ചൊരു വില്ലേജ് കണ്ടുപിടിക്കണം. ഈ എപ്പിസോഡിൽ തന്നെ വീടൊന്നും ഉണ്ടാക്കുന്നില്ല. വീടൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും ഉണ്ടാക്കാൻ പോണത്. ഇനി ഈ ചാനലിൽ ഒരു ലോങ് വീഡിയോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അപ്ലോഡ് ചെയ്തിരിക്കും. സത്യമായിട്ടും ഒരു വട്ടമെങ്കിലും എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്തിരിക്കും. ഈ മാസം കിട്ടും ഒരു വീഡിയോ എങ്കിലും. പിന്നെ വീഡിയോ ഇടാത്ത കാരണം സ്കൂളിൽ പോകണം, പിന്നെ കുറേ തിരക്കുണ്ട്, അതൊക്കെ കാരണം, പിന്നെ മടി, അതൊക്കെ കാരണമാണ് വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സമയമൊക്കെ കിട്ടുമ്പോൾ വീഡിയോ ഇടാം. നമ്മളൊരു 12 വുഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വല്ലയിടത്തും സ്റ്റോൺ മൈൻ ചെയ്യണം. ഇവിടെ ഈ ചവറൊക്കെ എന്തിനീ സാധനങ്ങൾക്ക് വല്ല ആവശ്യമുണ്ട്. ഈ നിലത്ത് കിടക്കുന്ന ഈ സാധനം കൊണ്ടുവല്ലാം നമുക്കിപ്പോൾ കുറേ പ്ലാങ്ക് ഉണ്ടാക്കാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ആ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ഒരു സ്റ്റിക്ക് ഉണ്ടാക്കുക. ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യാം. സ്റ്റോൺ മൈൻ ചെയ്തിട്ട് കാണാം. 30 സ്റ്റോൺ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. കോബിൾ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ടൂൾസൊക്കെ ഉണ്ടാക്കാം. ഇനി മേളിലേക്ക് കയറിയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിളിൽ ഒരു പിക്കാക്സ് സാഡ്, ഒരു പിക്കാക്സ്, ഒരു ആക്സ്, ഒരു ഷവൽ ഉണ്ടാക്കാം. ഇനി വോയിസ് ഓവർ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇത് മൈൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇനി അടുത്തൊരു ഗോളാണ് വില്ലേജ് കണ്ടുപിടിക്കണം. നമുക്ക് ഈ പോണ മരങ്ങളൊക്കെ കുറച്ച് വെട്ടുകയൊക്കെ ചെയ്യാം. കാരണം നമ്മുടെ കയ്യിൽ ഫ്യുവലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ട വരും. ഇവിടെ ഒരു പശുവൊക്കെ ഉണ്ട്, നമുക്ക് അതിനെ കൊല്ലാം. ചാവ് നമ്മളതിനെ കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പംകിൻ. ഒരു കാര്യം പറയാം, പംകിനുള്ള സ്ഥലത്ത് നേരെ മുമ്പ് ചിലപ്പോൾ ഒരു വില്ലേജ് കാണാൻ സാധ്യതയുണ്ട്. അത് മിത്താണോ സത്യമാണോ എന്നറിയത്തില്ല. പക്ഷേ എനിക്ക് അങ്ങനെ പോയിട്ട് കിട്ടിയതൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷീപ്പിന് കിട്ടുമോ നോക്കാം. ഇതിൽക്കൂടെ തിരഞ്ഞ് നോക്കാം. അവിടെ 2 നിൽക്കുന്നുണ്ട്. നമുക്കതിനെ കൊല്ലാം. ഷീപ്പിന് പോലെ നമുക്ക് ഫുഡും കിട്ടുന്നുണ്ട്. ഫുഡ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇനി ഒരെണ്ണം കൂടെങ്കിലും കിട്ടുമോ? ഇതെവിടെ കിട്ടും? ദാണ്ടേക്കണോ. ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ അതുപോലെ അങ്ങ് പറയണതാണ്. പിന്നെ ഒരെണ്ണത്തിനും കൂടെ വന്നിട്ട് എനിക്കൊരു ബെഡ് ഉണ്ടാക്കാം. വോയിസ് ഓവർ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, അതിന് ക്ഷമിക്കണം. ഇനി നമുക്ക് ബോട്ട് ഉണ്ടാക്കാം. ബോട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൽക്കൂടെ പോവാം. ഇനി എവിടെയായിരുന്നു പംകിൻ്റെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വില്ലേജ് കിട്ടുമായിരിക്കും. കുറേ തപ്പേണ്ടി വരും. ഇവിടെ എവിടെയായിരുന്നു ബോട്ട്? എവിടെയായിരുന്നു? പംകിൻ എവിടെയായിരുന്നു? ബോട്ടെന്ന് അതിൻ്റെ മേളിലാണ് പംകിൻ ഇരിക്കണം. അതിൻ്റെ നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വില്ലേജ് കിട്ടിയേക്കാം. ഇവിടെ ഇവിടെ ഉണ്ട്. ഇവിടെ അതാണ്ടിരിക്കണം. ഇതിൻ്റെ നേരെ പോവാം. ഇവിടെ ഉണ്ട്. ഇത് മേളിൽ കയറിയിരിക്കും. ഇനി നമുക്ക് പോവാം. ഇനി നമുക്ക് എന്തെങ്കിലും കര വല്ലതും കാണുവാണെങ്കിൽ കാണാം. ഇതിൽക്കൂടെ പൊക്കോണ്ട് ഞാൻ കണ്ടു ഇതൊരു മോണുമെൻറ്റ്. ഇത് പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത്. മോണുമെൻറ്റ് പണ്ടാരം മൈനിങ് ഫെറ്റി കിട്ടി. ഇതൊന്നും മൈൻ ചെയ്യാനും പറ്റത്തില്ലല്ലോ. പണ്ടാരം നീ വല്ല കരവെല്ലാം കിട്ടുമോ നോക്കട്ടെ. 3-4 മിനിറ്റോ. ഇതിൽക്കൂടെ പൊക്കോണ്ടപ്പോൾ നമ്മളൊരു സംഭവം കൊണ്ട് ഐസ്ബർഗ്. സീഡ് അടിപൊളിയായിരിക്കും തോന്നുന്നു. സീഡ് കുഴപ്പമൊന്നുമില്ല. സീഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഇതിൻ്റെ സീഡ്. ഇനി നമുക്കൊരു കര വല്ലതും കിട്ടണം. ഇതൊന്നും ഞാൻ കരയായിട്ട് കൂട്ടുന്നില്ല. ഇത് കരയാണ്, ഞാൻ കരയായിട്ട് കൂട്ടുന്നില്ല. നമുക്കിനി വല്ലതും കിട്ടുവാണെങ്കിൽ കാണാം. അവിടെ ഒരു കര കാണാം, പക്ഷെ അവിടേക്ക് നമ്മൾ പോകണില്ല. ഇച്ചിരി നേരെയുള്ള കരയിലേക്കാണ് നമ്മൾ പോണത്. രാത്രി ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കിടന്നുറങ്ങാം. വേഗം
അയ്യോ മൈനിങ് ഫെറ്റിക്കോളെന്ന് പറഞ്ഞില്ല അവളോട്. ഒന്നും മൈൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ബെഡ് ഇങ്ങനെയാണ് പൊട്ടണേ. ഇത് പൊട്ടാനുള്ളല്ലോ. ഇതെന്ത് പറ്റി? മൈനിങ് ഫെറ്റിക്കുള്ളത് അറിഞ്ഞില്ലായിരുന്നു. പണ്ടാരം. ഇത് എത്ര നേരം കൊണ്ടൊക്കെ ഉണ്ടായി മൈനിങ് ഫെറ്റിക്ക്. കുറേ നേരം അവിടെ സോംബിയും കിടന്ന് കത്തുന്നുണ്ടല്ലോ. ഈ മൈനിങ് ഫെറ്റിക്ക് എത്ര നേരം കൂടെ ഉണ്ടാവും? കുറച്ച് നേരം കൂടെ ഉള്ളു. 30 സെക്കൻഡും കൂടെ എങ്ങാണ്ട്. അതുവരെ പൊട്ടിക്കാൻ നോക്കണ്ട. അവിടെ എന്താ നടക്കണത്? അവിടെ സോംബി കുറേ കിടന്ന് കത്തുന്നുണ്ട്. അത് ഇവിടേക്ക് വരും. ഇത് വരുന്നുണ്ട്. നമുക്കതിനെ കൊല്ലണം. ഇവിടേക്ക് എൻ്റെ ചത്ത് പണ്ടാരം. ഇത് ഇവിടെ കൊല്ല് ചത്ത്. ഇനി എത്ര നേരം കൂടെ ഒക്കെ ഉണ്ട്? മൈനിങ് ഫെറ്റിക്ക് തീരാറായി. ഇനി 4 സെക്കൻഡും കൂടെ, അല്ല 2 സെക്കൻഡും കൂടെ ഇഞ്ഞിട്ട് ഇനി എടുക്കാം. ഇനി നമുക്ക് ഈ ബോട്ട് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അടിയിലൊരു സ്കെലട്ടൺ ഉണ്ട്. ബോൺ കിട്ടുമെന്ന് നോക്കാം. അവനെ കൊന്നിട്ട് ബോൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് വല്ല പട്ടീനെയും കണ്ടുപിടിക്കാം. ബോൺ തന്നില്ല. ഇനി പട്ടീനെയും കണ്ടുപിടിക്കണ്ട. നമുക്കിനി കയറി വില്ലേജ് തപ്പാൻ പോവാം. അല്ല, മീനെ കൊന്നാൽ ബോൺ കിട്ടൂലോ. ഇച്ചിരി വലിയ മീനെ കൊന്നാൽ അതാണ്ട്. അവനും തന്നില്ല. നമുക്കിനി കയറാം. ഇനി നമുക്ക് വില്ലേജ് തപ്പാം. നമുക്കിനി ബോട്ട് ഒഴിഞ്ഞ് തപ്പാം. അല്ലാണ്ട് നടന്ന് തപ്പാൻ നിന്ന് കഴിഞ്ഞാൽ വെറുതെ ഹങ്കർ തീർക്കണം. ഞാൻ സ്കിന്നും കൂടെ മാറ്റിയായിരുന്നു. എങ്ങനെയുണ്ടെന്ന് പറയണം. കമൻ്റൊക്കെ ഇടണം കേട്ടോ ഇതിൽ. ഇനി ഇവിടെ എന്തായിരിക്കും? നമുക്ക് ഇവിടെയും കയറി വെക്കാം. നമുക്കൊരു കുറച്ച് സാപ്ലിങ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യണത്. കാരണം നമുക്ക് സാപ്ലിങ് ഒക്കെ വേണം. ഇനി ഇവിടേക്ക് ഒരു കാലത്ത് ഞാൻ ഇവിടേക്ക് വരാൻ പോകണം. അതുകൊണ്ട് തന്നെ നമുക്കവിടെ നല്ല ബിൽഡൊക്കെ ഈ സ്പ്രൂസ് വെച്ചൊക്കെ ചെയ്യണം. അതുകൊണ്ടാണ് സാപ്ലിങ് തപ്പണുന്നത്. നമ്മൾ കിട്ടിയോ നമുക്ക്? കുറേ ആയാലും നമ്മൾ ഇങ്ങനെ ഈ ഇലയും പൊട്ടിച്ചുകൊണ്ടിരിക്കും. കിട്ടി, ഒരെണ്ണം കിട്ടി. മതി, ഈ ഒരെണ്ണം തന്നെ മതി. ഒരെണ്ണം കൊണ്ട് തന്നെ നമ്മൾ ഒരു 10-100 മരമെങ്കിലും വളർത്തിയിരിക്കും. ഫർണസുകളോട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തിന്നാം. മട്ടൻ കഴിക്കാം. ഒരു മട്ടൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കഴിച്ച് നമുക്ക് വിശപ്പ് മാറ്റാം. ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട്. ഞാൻ ഇത് എടുക്കാനായിരിക്കണം, മറക്കരുത്. പണ്ട് ഞാൻ കുറേ വേൾഡ് കളിച്ചിട്ടുണ്ട്, വീഡിയോ ഒക്കെ എടുക്കണേക്ക് മുമ്പ് തന്നെ. അപ്പം തന്നെ ഞാൻ ഈ ഫർണസൊക്കെ വെച്ച് മറന്നു പോയിട്ടുണ്ട്. കാട്ടിലൊക്കെ വെച്ച് മറന്നുണ്ട്. അപ്പം പുതിയ ഫർണസ് ഉണ്ടാക്കും. ഡ്രൗണ്ടൊക്കെ കയറുക എന്നൊക്കെ ചാവടാ. നീ കയറുക വേണ്ട, രാത്രി കയറുക. ഇനി ഒരെണ്ണം കൂടെ വന്നാൽ ഞാൻ വേണമെങ്കിൽ ഇവിടുന്ന് പോവും. വേഗം കിട്ടി. നമുക്ക് ഇനി ഇതെടുക്കാം. ഈ ക്രാഫ്റ്റിംഗ് ടേബിളും കൂടെ എടുത്തിട്ട് നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാം. ഈ ഡ്രൗണ്ട് വേർപ്പാണ്. അയ്യോ, നമ്മുടെ ബോട്ടിൽ കയറി. അയ്യോ, കൊല്ലല്ലേ. തന്നെ തീ കൊണ്ട് മരിച്ചു, പാവം. നമുക്കിനി പോവാം. വില്ലേജ് ഇനി കിട്ടുവാണെങ്കിൽ കാണാം. നമ്മളൊരു കരയിലെത്തിയിട്ടുണ്ട്. നമുക്ക് വേണ്ടതൊരു പ്ലെയിൻസ് വില്ലേജാണ്. അല്ലാണ്ട് വേറെ ഒരു ടൈപ്പ് വില്ലേജ് നമുക്ക് വേണ്ട. പ്ലെയിൻസ് വില്ലേജാണ് അടിപൊളി. നമുക്ക് ഇതിക്കടെ തപ്പി നോക്കാം കിട്ടുമോന്ന്. കുറേ കാടാണല്ലോ ഇവിടെ. ഇപ്പോൾ വില്ലേജ് കിട്ടൂലേ? എന്തോ കാണുന്നുണ്ടല്ലോ. വില്ലേജ് കിട്ടി. യെസ്, വില്ലേജ് കിട്ടി. നമുക്കിനി അവിടെ പോയിട്ട് വീഡിയോ നിർത്തണം. എന്നിട്ട് അടുത്ത വീഡിയോ അടുത്ത ആഴ്ച വരും. അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ വരാൻ സാധ്യതയുണ്ട്. നമുക്കിനി ഇതിൽ കൂടെ ഒന്ന് കറങ്ങി നോക്കാം ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. ഇവിടെ നേരത്തെ കണ്ടപ്പോൾ ഇത്രയും ചെറിയ വില്ലേജ് എന്ന് പറഞ്ഞത് അത്യാവശ്യം വലിയ വില്ലേജാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കണത്. ഇതിൽ കൂടെ നോക്കുമ്പോൾ ഇതൊരു അയൺകോളം ഉണ്ട്. നമുക്ക് നടക്കുന്ന ഔട്ടർ പറയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറേ നാളായി ഒരു ലോങ് വീഡിയോ കിട്ടിട്ട്. അത് കുറേ മടിയും പിന്നെ സ്കൂളിൽ പോകണം അതൊക്കെ കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത്. ഇനി ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വീഡിയോ വന്നിരിക്കും ഈ ചാനലിൽ. അപ്പോൾ ബൈ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.